നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സില് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഹതാശാസെ ഏക് വ്യക്തി ബാഠ് ഗയാ ഥാ എന്ന ചാപ്റ്ററിന്റെ പകുതി ഭാഗത്തോളം നമ്മൾ പഠിച്ചു. പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 16 മനുഷ്യക്ക് തര ജാനേക്ക് യാദ് ദിലാത്തെ ഹെ വരെ പഠിച്ചിരുന്നു. എന്താണ് ശരിക്കും ഹതാശാസെ ഏക് വ്യക്തി ബാഠ് ഗയാ ഥാ എന്ന ഈ ചാപ്റ്ററിനകത്ത് ഒരു ടിപ്പണിയായിരുന്നു അല്ലെ. എന്താണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്? നിരാശനായ ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും എന്നതായിരുന്നു. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ധാരണ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ തിരിച്ചറിയണമെങ്കിൽ അയാളുടെ പേര്, അഡ്രസ്, അയാളുടെ ജോലി ഇതെല്ലാം അറിയണമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ കവിയുടെ അഭിപ്രായത്തിൽ ഇതൊന്നുമല്ല ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ അറിയേണ്ടത്. ശരിക്കും ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ അറിയേണ്ടത് എന്തായിരുന്നു? അയാൾ സഹായം ആവശ്യമുള്ളവനാണോ? അയാൾ നിസ്സഹായനാണോ? അല്ലെ, നമ്മുടെ സഹായം അയാൾക്ക് ഇപ്പോൾ ആവശ്യമുണ്ടോ? അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ മനുഷ്യനെ പരിചയമുള്ളവനാണെന്ന് ഭാവിക്കണം എന്നായിരുന്നു കവിയുടെ അഭിപ്രായം. അതുവരെയല്ലേ നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലെ. ഒരു വ്യക്തി ഇപ്പോ അപകടാവസ്ഥയിലോട്ട് കിടക്കുകയാണെങ്കിലും അയാൾക്കൊരു സഹായം ആവശ്യമുണ്ട്. അയാൾ ആരാണെന്ന് ചോദിക്കാൻ എനിക്കറിയില്ല, അയാളുടെ പേരറിയോ, എനിക്കറിയില്ല, ഏതാളാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അയാളെ എന്ന് പറയാൻ വളരെ എളുപ്പം കഴിയും. പക്ഷെ അയാളെ അറിയില്ല, പേരുകൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ ജാതി കൊണ്ടോ മതം കൊണ്ടോ അയാളുടെ നാടിനെ കൊണ്ടോ ഇതൊന്നും നമുക്ക് അറിയില്ലെങ്കിലും അയാളിപ്പോൾ സഹായം ആവശ്യമുള്ളവനാണെന്ന് നമുക്ക് അറിയാമായിരുന്നു. അങ്ങനെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു വ്യക്തിയെ അറിഞ്ഞു എന്ന് തന്നെ കരുതാം എന്ന് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് പാരയിലേക്ക് നോക്കാം. കവിത ലഗാതാർ नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखे ना कवि ഇവിടെ പറയുന്നത്. കവിത ലഗാതാർ നഹീം ജാനെ, കവിതയില് കണ്ടിന്യൂസ് ആയിട്ട്, എന്താ ലഗാതാർ എന്ന് പറഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നഹീം ജാനെ और जानने का അറിയില്ല അറിയാം, നഹീം ജാനെ അറിയില്ല, ജാനിന അറിയാം എന്നിങ്ങനെയുള്ള ബയാൻ കർത്തി ജാതി ഹെ, അത് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല, എനിക്ക് അയാളെ അറിയില്ല, പേരറിയില്ല, നാളറിയില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇത് അറിയില്ല എന്നും എന്നാൽ മറുവശത്ത് അറിയാം എന്ന് പറയുന്നുണ്ട്. കവിതയ്ക്കകത്ത് എന്തൊക്കെയാണ് അവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വന്നിരുന്ന വേർഡുകള്? ഹതാശാക്കോ ജാൻതാധ, നിരാശയെ എനിക്ക് അറിയാമായിരുന്നു. വ്യക്തിക്കോ മേനഹീം ജാൻതാധ, അല്ലെ, വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് അറിയില്ലായിരുന്നു എന്ന് പറയുന്നു, ഒരു ഭാഗത്ത് അറിയാം. ഇതിങ്ങനെ ആവർത്തിച്ച് വരികയാണ്. ലഗാതാർ കണ്ടിന്യൂസ് ആയിട്ട് നഹീം ജാനെ അറിയില്ല എന്നും और जानने का അറിയാമെന്നുമുള്ള ബയാൻ കർത്തി ജാതി ഹെ, വർണ്ണന ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. ബയാൻ എന്ന് പറഞ്ഞാൽ വർണ്ണിക്കുക. ശില്പ കി ഇസ് ബാരീക്ക് കാരീഗരീക്കോ ദേക്കോ, ശില്പവൃക്ഷത്തിന്റെ ഈ സൂക്ഷ്മമായ, എന്താ ബാരീക്ക് എന്ന് പറഞ്ഞാല് സൂക്ഷ്മം, വളരെ സൂക്ഷ്മമായിട്ടുള്ള കാരീഗരീക്കോ ദേക്കേ എന്നാണ്. അതിന്റെ എന്താണ് മാസ്റ്ററി ഇൻ വർക്ക്സ് എന്ന് പറയാം. കാരീഗരി എന്ന് പറഞ്ഞാല് ശില്പനിർമ്മാണം അല്ലെ, കാരീഗരി. ആ ശില്പപക്ഷത്തിന്റെ സൂക്ഷ്മമായ നിർമ്മാണത്തെ നമുക്കിതില് കാണാം. ഒരു കവിതയെ ശില്പപക്ഷത്തിന്റെ അതിന്റെ അത്യുന്നതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇങ്ങനെ എന്നർത്ഥം. നെക്സ്റ്റ് പറയാം. വാ മുझे नहीं जानता था, हाथ बढ़ाने को जानता था, हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. ये नहीं जानना और जानना कविता में किसी लोकगीत की स्थाई की तरह बार बार लौटता है. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किसी कविता में आया है, याद नहीं आ रहा. वह मुझे नहीं जानता था, അയാളെ എനിക്ക് അറിയില്ലായിരുന്നു, അയാൾക്ക് എന്നെയും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. വാ മുझे नहीं जानता था, അവന് എന്നെ അറിയില്ലായിരുന്നു. ഹാത് ബഡാനെ കോ ജാൻതാ था, പക്ഷെ എന്റെ സഹായം സ്വീകരിക്കാൻ അറിയാമായിരുന്നു. എന്നെ ഞാൻ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കൈ നീട്ടുവാൻ അയാൾക്ക് അറിയാമെന്ന് പറഞ്ഞതാ. ഞാൻ സഹായിക്കാൻ ശ്രമിച്ചു, അയാൾക്ക് എന്റെ സഹായം സ്വീകരിക്കാൻ അറിയാമായിരുന്നു. വാ മുझे नहीं जानता था,
അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു. ഹാത് ബഡാനേക്കോ ജാൻതാദ. പക്ഷെ എന്തറിയാമായിരുന്നു? എന്റെ കൈ നീട്ടല് അല്ലെങ്കിൽ എന്റെ സഹായം സ്വീകരിക്കാൻ അറിയാമായിരുന്നു. ഹം ഏക് ദൂസരേക്കോ നഹീം ജാൻതെ. ഞങ്ങൾക്ക് പരസ്പരം ഒരാൾക്ക് മറ്റേയാളെ അറിയില്ലായിരുന്നു. ഏക് ദൂസരേക്കോ നഹീം ജാൻതെ. ഒരാൾക്ക് മറ്റേയാളെ അറിയില്ലായിരുന്നു. സാത് സാത് ചൽനാ ജാൻതേ. പക്ഷെ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. സാത് സാത് ചൽന ജാൻതേ. ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. യഹ് ഇവിടെ നഹീം ജാന്ന ഔർ ജാന്ന. ഇവിടെ അറിയില്ല എന്നും അറിയാമെന്നും രണ്ടു തരത്തിലാണ്. അറിയില്ല എന്നും അറിയാമെന്നും. കവിതാമേം കിസി ലോകഗീതക്ക്. കവിതയില് ഏതോ ഒരു ലോകഗീതത്തിന്റെ അല്ലെങ്കിൽ നാടോടിപ്പാട്ടിന്റെ, എന്താ ലോകഗീതം എന്ന് പറഞ്ഞാല് നാടോടിപ്പാട്ട്. കവിതയില് ഏതോ നാടോടിപ്പാട്ടിന്റെ സ്ഥായി കീത്തരഹ, അതിന്റെ ആ ഉയർച്ച താഴ്ചകളുണ്ടല്ലോ. എന്താ സ്ഥായി എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു എന്താ പറയാ, ശരിക്കും അത് പെർമനന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സ്ഥായി എന്ന് പറഞ്ഞാൽ പെർമനന്റ്. അതായത് കലാഭവമണിന്റെ പാട്ടിലൊക്കെ കണ്ടല്ലേ നമ്മളല്ലേ, തെയ്യാതീനന്തോം തക തക തെയ്യാതീനന്തോം അല്ലെ, അങ്ങനെ അത് ഒരു വരി കഴിഞ്ഞാൽ വീണ്ടും വരും. ആ വരി നാടൻ പാട്ടുകളിൽ അങ്ങനെയാണ്. ആദ്യം രണ്ടുപേരും ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വരി കോറസ് പാടേണ്ടതാണ്. കൂട്ടത്തിൽ പാടുന്ന ആളുകൾക്ക് ഒരേ തരത്തിലുള്ളതായിരിക്കും വരുന്നത്. അതുപോലെയാണ് ഇവിടെ വരുന്നത്. ഏത്? നഹീം ജാന്ന ജാന്ന. ഇത് രണ്ടും ആവർത്തിച്ച് വരികയാണ്. അതവിടെ പറയുന്നത് വ നഹീം ജാന്ന ഓർ ജാന്ന. ഈ അറിയില്ല എന്നും അറിയാമെന്നുമുള്ള ഈ വാക്കുകള് കവിതാമേ, കവിതയില് കിസി ലോകഗീതക്ക്, ഏതോ ഒരു നാടോടിപ്പാട്ടിന്റെ നാടൻ പാട്ടിന്റെ സ്ഥായി കീത്തരഹ, ആ പെർമനന്റ് ആയിട്ടുള്ള ആ നിലനിൽപ്പിന്റെ അവസ്ഥയില്, സ്ഥിരമായ അവസ്ഥയില് ബാർ ബാർ ലൗട്ടാഹെ, വീണ്ടും വീണ്ടും അതിങ്ങനെ തിരിച്ചു വരികയാണ്. ബാർ ബാർ ലൗട്ടാഹെ, വീണ്ടും വീണ്ടും അതിങ്ങനെ തിരിച്ചു വരുന്നു. ആദ്യത്തെ വരിയില് നഹീം ജാന്ന എന്ന് പറയുന്നു, രണ്ടാമത്തെ വരിയില് ജാന്ന എന്ന് പറയുന്നു. അപ്പൊ ഇത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുകയാണ്? ആവർത്തിച്ച് വരികയാണ്. ബാർ ബാർ ലൗട്ടാഹെ, വീണ്ടും വീണ്ടും ഇങ്ങനെ തിരിച്ചു വരുന്നു. ഗദ്യമേം ലിഖി ഹുയി, ഗദ്യഭാഗത്ത് എഴുതപ്പെട്ടിരിക്കുന്ന, ഗദ്യത്തിന്റെ രീതിയിലാണല്ലോ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വായിക്കുമ്പോൾ ഒരു ഗദ്യത്തിന്റെ ശൈലി വരിക. എന്നെങ്ങനെയാണ്? ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ വ്യക്തി കോ मैं नहीं जानता था. ശരിക്കും വായിക്കുമ്പോൾ ഒരു കവിതയായിട്ടല്ല, ഒരു ഗദ്യം പോലെ നമുക്ക് തോന്നുകയാണ്. അപ്പോ ഗദ്യമേ ലിഖി ഹുയി, ഗദ്യരൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കിസി കവിതാമി, ഏതെങ്കിലും കവിതയില് ലിറിക്കൽ യാ ഗീതാത്മകത, ലിറിക്കലായിട്ട് അല്ലെങ്കിൽ സംഗീതാത്മകതയുടെ ബോധ, ആ ഒരു അറിവ്, എസ് ഗോപി കെ സാദ്, ഇത്രയും ക്വാളിറ്റിയോടുകൂടി, എന്താ ഗൂബി എന്ന് പറഞ്ഞാല് ഗുണം, ഇത്രയും ക്വാളിറ്റിയോടെ ഇത്രയും ഗുണത്തോടുകൂടി ഹിന്ദി കി കിസി കവിതാമേം ആയാഹെ, ഹിന്ദിയില് മറ്റേതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് യാതിനെയും അരഹ, എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ഈ കവിതയെ എന്താക്കി മാറ്റിയിരിക്കുകയാണ്? വിനോദ് കുമാർ ശുക്ലജിയുടെ കവിതയെ സംബന്ധിച്ച് ഇവിടെ ആരെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്? സക്സേനാജി എഴുതുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഗദ്യരൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ കവിത ഇത്രയും ലിറിക്കല്, അതിന്റെ ആ ഒരു ഗീതാത്മകതയുണ്ടല്ലോ, അത് ഇത്രയും മനോഹരമായ രീതിയില് വേറെ ഏതെങ്കിലും ഒരു ഹിന്ദി കവിതയിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എന്റെ മനസ്സിൽ എനിക്ക് ഓർമ്മയില്ല. അത്ര പെർഫെക്റ്റ് ആണ്, അത്ര നല്ലതാണ് ആരെഴുതിയ കവിത, ഇദ്ദേഹം എഴുതിയ കവിത എന്നാണ് പറയുന്നത്. അപ്പൊ സംഭവം ഇതിനെ വീണ്ടും ആവർത്തിച്ചു വരികയാണ്. ഒരു സംഗീതാത്മകത, നാടോടിപ്പാട്ടിന്റെ അല്ലെങ്കിൽ നാടൻ പാട്ടിന്റെ സംഗീതാത്മകത പോലെ ആവർത്തിച്ചു വരുന്ന ഒരു വേർഡുണ്ട്. അതെന്താണ്? നഹീം ജാന്ന ജാന്ന. എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നു, എന്നാൽ അറിയാം എന്ന് പറയുന്നു. നിങ്ങൾ ആ കവിത വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ വരിയില് വ്യക്തിക്കോ, രണ്ടാമത്തെ വരിയിൽ പറയുന്നുണ്ട് വ്യക്തിക്കോ മാനഹീം ജാൻതാദ അല്ലെ. സെക്കൻഡ് ലൈനിൽ പറയാം വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, നഹീം ജാൻതാദ. എന്നാൽ നെക്സ്റ്റ് ലൈനിൽ എന്താ പറയുന്നത്? ഹതാശാക്കോ ജാൻതാദ, നിരാശയെ എനിക്ക് അറിയാമായിരുന്നു. ഒന്നിനെ അറിയില്ല എന്ന് പറയുന്നു, അടുത്തതിൽ വേറൊന്നിനെ അറിയാമെന്ന് പറയുന്നു. പിന്നെയോ മേനെ ഹാത് ബഡായ എന്ന് പറയുന്ന ആ ഭാഗത്ത് പറയുന്നുണ്ട് വാ മുച്ചേ നഹീം ജാൻതാദ, അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു. മേരെ ഹാത് ബഡാനെ കോ ജാൻതാദ, പക്ഷെ എന്റെ സഹായം സ്വീകരിക്കാൻ അയാൾക്ക് അറിയാമായിരുന്നു. അതുപോലെയോ ദോനോം ഏക് ദൂസരേക്കോ നഹീം ജാൻതേ ഥേ, രണ്ടു പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയില്ലായിരുന്നു, പക്ഷെ എന്തറിയാമായിരുന്നു? സാത്ത് ചൽനേക്കോ
ജാനത്തെ थे ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. ഇങ്ങനെ വരികളില് ഇടയ്ക്കിടയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് വരുന്നുണ്ട്, വീണ്ടും എന്ത് വരുന്നു, അറിയാമായിരുന്നു എന്നും വരുന്നുണ്ട്. അതിങ്ങനെ കൃത്യമായ രീതിയിൽ എവിടെ കാണപ്പെടുന്നു എന്നാ പറയുന്നത്, ഈ കവിതയ്ക്കകത്ത് ഒരു സംഗീതാത്മകതയുടെ താളലയത്തോടു കൂടി കാണപ്പെടുന്നു എന്നാണ് ഇവിടെ ഇദ്ദേഹം ടിപ്പണി എഴുതുന്ന ലേഖകൻ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് പാരാ നോക്കൂ. जैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं के जुबान पर आपसे आप आ जाते हैं, जैसे ही वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. ജൈസെ കിസി ഗസൽ മേ, ചില ഗസലുകളില് അല്ലെ, എന്താ ഗസല്, ഉറുദു കവിതകളെയാണോ അല്ലെ ഗസലുകള്, ഏതെങ്കിലും ചില ഗസലുകളിലൊക്കെ ആഖിരി ഷേർക്ക് ലാസ്റ്റ് ലൈനിന്റെ എന്താ ആഖിരി എന്ന് പറഞ്ഞാല് ലാസ്റ്റ് ആണ്, ആഖിരി ഷേർക്ക് ആഖിരി ശബ്ദം, ലാസ്റ്റ് ലൈനിന്റെ ലാസ്റ്റ് പദം, ഏറ്റവും അവസാനമായി പാടുന്ന വരികളിലെ ആഖിരി ശബ്ദം അവസാന പദം ഉണ്ടല്ലോ, ശ്രോതാവും കി ജുബാൻ പർ, ആ വേർഡ് ശ്രോതാക്കളുടെ നാക്കില്, അത് കേൾക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോ അറിയാതെ ഇവരങ്ങോട്ട് പാടി പോകുന്ന പറയുന്നത്. ശ്രോതാവും കി ജുബാൻ പർ, ദ ജുബാൻ ടങ്, നാവാണ് ടങ്. ശ്രോതാവും കി ജുബാൻ പർ, ശ്രോതാക്കളുടെ കേൾവിക്കാരുടെ നാക്കില് ആപ്സേ ആപ്, സ്വയം ഇങ്ങനെ വരികയാണ്, ആ ജാതെ, ആ വേർഡ് ഇങ്ങനെ വരുന്നു. നമ്മൾ നേരത്തെ തെയ്യാദിനന്തോം പറഞ്ഞതുപോലെ പാട്ട് അവിടെ പാടി തുടങ്ങി അവസാനിപ്പിക്കുന്നതിന് മുന്നേ ലാസ്റ്റ് വരിയായ തെയ്യാദിനന്തോം തക തക ഇങ്ങനെ പറയില്ലേ, അങ്ങനെ അത് ആവർത്തിച്ച് ഇങ്ങനെ വരുന്നു എന്നർത്ഥം. അപ്പൊ നമ്മുടെ ഗസലുകളില് ലാസ്റ്റ് വരിയില് ലാസ്റ്റ് വേർഡ് ആ ഗസലുകൾ പാടി അവസാനിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ശ്രോതാക്കളുടെ വായില് അല്ലെങ്കിൽ അവരുടെ നാക്കില് ആ പദങ്ങൾ ആവർത്തിച്ചു വരുന്നത് പോലെ ആപ്സെ ആപ് ജാത്തെ ഹൈ, അത് സ്വയം വരികയാണ് ആ വേർഡ്. വൈസേഹി, അതുപോലെയാണ് ഇസ് കവിതയ്ക്ക് അന്തിമ ശബ്ദ, ഈ കവിതയുടെ അവസാന പദമായ യാനി അല്ലെങ്കിൽ സാത് സാത് ചലന, അവസാന പദം ഒരുമിച്ച് നടക്കുക എന്ന് പറയുന്നില്ലേ, സാത് സാത് ചലന, ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു എന്നുള്ളത്. കെ ബാദ്, ആ സാത് സാത് ചലന എന്ന് പറയുമ്പോഴേക്ക് എതി കവിത പാട് രോഗ് ദിയേ ജായേതോ, ആ സാത് സാത് ചലന നിർത്തിയിട്ട് ആ കവിതാ പാഠം നമ്മൾ കവിത വായിക്കുന്ന അവിടെ നിർത്തിയാൽ പോലും സുന്നേ വാലേ, അത് കേൾക്കുന്നവര് ഖുദ് സ്വയം എന്ത് ചെയ്യും, വാക്യ പൂരാ കർ ദേങ്കെ, ആ വാക്യം അങ്ങോട്ട് പൂർണ്ണമാക്കും. എന്താക്കുക, അവർ കഹേങ്കെ ജാനത്തെ ദേ സാത് സാത് ചലന എന്ന് പറഞ്ഞിട്ട് കവി പാടിക്കൊണ്ടിരിക്കുന്ന ആൾ നിർത്തി എന്ന് വിചാരിക്കുക, പക്ഷെ ബാക്കിയുള്ളവർക്ക് അറിയാം എന്ത് ജാനത്തേതെന്നായിരിക്കും അതിന്റെ ബാക്കിന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഈ കവിതയുടെ എല്ലാ ഭാഗങ്ങളിലും എന്തു വരുന്നു എന്നർത്ഥം, നെഹീം ജാന്ന ജാന്ന എന്ന പദങ്ങൾ ആവർത്തിച്ചു വരികയാണ്. അപ്പൊ ഒരു വരി പാടുമ്പോൾ അതിൽ നെഹീം ജാന്ന ആയിരുന്നെങ്കിൽ അടുത്ത വരി പറയുമ്പോൾ അതിൽ ജാൻതേധേ എന്നായിരുന്നു എന്നുള്ളത് ആർക്കറിയാം എന്നർത്ഥം. 2-3 വരി ഇങ്ങനെ ആവർത്തിച്ചു വരുമ്പോഴേക്ക് കേൾവിക്കാർക്ക് മനസ്സിലാവും. അത് ഏതുപോലെയാണെന്ന് ചില നാടൻ പാട്ടുകളിലെല്ലാം ആവർത്തിച്ചു വരുന്ന ഈ കോറസ് പാടുന്നത് പോലുള്ള ശബ്ദം അല്ലെ, അതുപോലെ ഗസലുകളില് അവസാന വരിയുടെ അവസാന ശബ്ദം വീണ്ടും വീണ്ടും ഇങ്ങനെ വരാറുണ്ട്. അതുപോലെ ഈ വരികളിലും ഏറ്റവും അവസാനമായി പാടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് കവി നിർത്തുകയാണെങ്കിലും അറിയാതെ കേൾവിക്കാര് ആ ജാൻതേധേ അല്ലെങ്കിൽ നെഹീം ജാൻതേധേ ഇതങ്ങനെ കൂട്ടിച്ചേർത്ത് പാടുമായിരുന്നു. അത്ര മനോഹരമായിട്ടാണ് ഈ കവിത രചിച്ചിട്ടുള്ളത് എന്നാണ് ആര് പറയുന്നത്, ഇദ്ദേഹം ഇവിടെ ടിപ്പണി എഴുതിയ ലേഖകന് ഇതിനകത്ത് പറയുന്നത്. അത്ര മനോഹരമായിരുന്നു ആരുടെ കവിത, വിനോദ് കുമാർ ശുക്ലജിയുടെ കവിത. ഇതാരാണ് പറയുന്നത്, നരേഷ് സക്സേനാജിയാണ്. നമുക്കും അങ്ങനെ തന്നെ തോന്നുന്നു അല്ലെ. നെക്സ്റ്റ് പേരാ देखो, यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. शेष पंक्तियां उसे कहेगे और सघन और गहरा करती हैं.
कविता का संदेश है कि दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है, जानकारियां जरूरी नहीं है. ये कविത ജാനന ശബ്ദക്ക് ഈ കവിത ജാനന എന്ന പദത്തിന്റെ വാട്ട് ഇസ് ദ മീനിങ്? ജാനന അറിയുക അല്ലെ, അറിയുക എന്ന പദത്തിന്റെ രൂഢീഗ്രസ്ത അർത്ഥക്കും ആ അന്ധമായ മീനിങ് ഉണ്ടല്ലോ, രൂഢീഗ്രസ്തമായ ആ രൂഢീഗ്രസ്ത അന്ധമായിട്ടുള്ള അന്ധവിശ്വാസത്തോട് കൂടിയ ഒരു അർത്ഥം. എന്താണ് അന്ധവിശ്വാസത്തോട് കൂടിയ അർത്ഥം എന്ന് ഇവിടെ പറയാൻ കാരണം, നമ്മളൊരു മനുഷ്യനെ മനസ്സിലാക്കുന്നത് ഇതുവരെ ഏതിലൂടെയായിരുന്നു? അയാളുടെ പേരിലൂടെ, അയാളുടെ ജാതിയിലൂടെ, അല്ലെങ്കിൽ മതത്തിലൂടെ, അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷനിലൂടെ, എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിരുന്നല്ലേ? അത് അന്ധമായ രീതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ശബ്ദക്കെ രൂഢീഗ്രസ്ത അർത്ഥക്കോ ഈ അന്ധമായ രീതിയെയും പൂരി തരസെ ബദൽ ദേതി ഹെ, പരിപൂർണമായും അങ്ങോട്ട് ചേഞ്ച് ആക്കിയിരിക്കുകയാണ്. എന്താ ബദൽന എന്ന് പറഞ്ഞാല് മാറ്റുക, മാറ്റിയെടുത്തിരിക്കുന്നു. ഇതുവരെ നമ്മുടെ മനസ്സില് അറിയുക എന്നത് ഏത് അന്ധമായ രീതിയിലാണോ നമ്മൾ കരുതിയിരുന്നത്, അതിനെ കവി ഇപ്പൊ പരിപൂർണമായിട്ടും എന്ത് ചെയ്തിരിക്കുന്നു? പൂരി തരസെ ബദൽ ദേതി ഹെ, പരിപൂർണമായും അദ്ദേഹം അതിനെ മാറ്റിയിരിക്കുന്നു. ഇസ് കവിത കി പെഹലി ദോ പങ്ക്തിയോ മേ, ഈ കവിതയിലെ ഏറ്റവും ആദ്യത്തെ 2 വരികളില് പഹലി ദോ പങ്ക്തിയോ മേ, ദ പങ്ക്തി വാട്ട്സ് ദ മീനിങ്? പങ്ക്തി ലൈൻസ് അല്ലെ. ആദ്യത്തെ 2 വരികളില് കവി അപ്പനി പൂരി ബാത് കദേതാ ഹെ, കവി തനിക്ക് പറയാനുള്ളത് മുഴുവൻ അതിനകത്ത് പറഞ്ഞിരിക്കുക. ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ കവി തനിക്ക് പറയാനുള്ളത് മുഴുവൻ അങ്ങ് പറഞ്ഞു തീർത്തിരിക്കുന്നു. എന്താണ് കവി അതിൽ പറഞ്ഞു നോക്കൂ. हताशा से एक व्यक्ति बढ़ गया था, വ്യക്തി കോ മാനഹീം ജാൻതാ ഥ അല്ലെ. ആദ്യത്തെ 2 വരികൾ എന്താ പറഞ്ഞത്? നിരാശയോടുകൂടി ഒരു മനുഷ്യൻ അവിടെ ഇരുന്നിരുന്നു, ആ വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ആ 2 വരികളില് അദ്ദേഹം എല്ലാം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇൻ ദോ പങ്ക്തിയോ മേം കവി അപ്പനി പൂരി ബാത് കർ ദേതാ ഹെ, ഈ 2 വരികളിലൂടെ കവി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പരിപൂർണമായും പറഞ്ഞിരിക്കുന്നു. ശേഷ പങ്ക്തിയാം, ബാക്കി വരുന്ന വരികളുണ്ടല്ലോ, ഈ 2 വരിക്ക് ശേഷം ബാക്കി വരുന്ന വരികളില്, ആ വരികളില് ഉസി കഹേ ഗയേക്കോ और സഖന और ഗഹരാ കരാത്തി ഹെ, ആ പറഞ്ഞ കാര്യം തന്നെ. ഏത് കാര്യം? ഒരു നിരാശനായൊരു വ്യക്തി അവിടെ ഇരുന്നിരുന്നു, ആ വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ ആ പറഞ്ഞ കാര്യത്തെ തന്നെ സഖന ഔർ ഗഹരാ കർത്തി ഹെ, ഒന്നുകൂടി അതിന്റെ തെളിവായിട്ട്, സോളിഡ് എവിഡൻസ് പറയും, വ്യക്തമായത് അല്ലെ. സഖന ഔർ ഗഹരാ കർത്തി ഹെ, ഒന്നുകൂടി ഡീപ്പായിട്ട്, ഗഹര എന്ന് പറഞ്ഞാൽ ഡീപ്പ്, ആഴത്തിലുള്ളതാക്കിയിട്ട്, അല്ലെങ്കിൽ വളരെയധികം ശക്തമാർന്നതാക്കി മാറ്റിയിരിക്കുന്നു. കവിതാക്ക സന്ദേശേക്ക്, കവിതയുടെ സന്ദേശം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കവിതയുടെ സന്ദേശം ഇതാണ്. ദോ മനുഷ്യോം കെ ബീച്ച്, 2 മനുഷ്യർക്കിടയില് മനുഷ്യതാക്ക അഹസാസ്, മനുഷ്യത്വത്തിന്റെ അനുഭവം. എന്താ ഹസാസ് എന്ന് പറഞ്ഞാല് അനുഭവമാണ്. ദോ മനുഷ്യോം കെ ബീച്ച്, 2 മനുഷ്യർക്കിടയില് മനുഷ്യതാക്ക അഹസാസ്, മനുഷ്യത്വത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് യാനി അല്ലെങ്കിൽ മാനവീയ സംവേദന ഹോനാ ജറൂരി ഹെ, മനുഷ്യത്വത്തിന്റെ ആ ഒരു അടുപ്പം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജാൻകാരിയാം ജറൂരി നഹീ ഹെ, അയാളെ പറ്റി അറിഞ്ഞുകൊള്ളണമെന്ന ആവശ്യമേ ഇല്ല. ജാൻകാരിയാം ജറൂരി നഹീ ഹെ, അതിനെപ്പറ്റി അറിഞ്ഞുകൊള്ളണം എന്നുള്ള അറിവ് ഇവിടെ വ്യക്തമാകുന്നേയില്ല. പക്ഷെ എന്തറിഞ്ഞിരിക്കണം? ഒരു വ്യക്തിയെ നമ്മൾ അറിയുക എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കണം? മനുഷ്യത്വത്തിലൂടെ ആയിരിക്കണം. അതാണ് മാനവീയ സംവേദന എന്ന് പറയുന്നത്. മനുഷ്യത്വത്തിന്റെ മനുഷ്യതാക്ക അഹസാസ്, മനുഷ്യത്വത്തിന്റെ ഒരു അനുഭവം ഉണ്ടായിരിക്കണം. മാനവീയ സംവേദന ഹോനാ ജറൂരിയെ, മനുഷ്യത്വത്തിന്റേതായ ആ ഒരു അടുപ്പം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ജാൻകാരിയാം ജറൂരി നഹീ, ഇവിടെ അറിവ് എന്നാൽ മറ്റു തരത്തിലുള്ള ഒരു അറിവും ഇവിടെ ആവശ്യമേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കിന്തു എ സന്ദേശ കവിതാമേം ഉപദേശിക്കി തരാനിഹിയാത്ത ഹെ, പക്ഷേ കിന്തു ബട്ട് എന്നാൽ ഈ സന്ദേശം, ഈ സന്ദേശമാണല്ലോ ശരിക്കും ഇതിനകത്ത് പറയുന്നത്. എന്നാൽ ഈ സന്ദേശം കവിതയില് ഉപദേശിക്കി തരഹ നെഹിയാത്ത ഹെ, കവിതയില് ഒരു ഉപദേശമായിട്ട് വരുന്നേ ഇല്ല എന്നർത്ഥം. കവിതയിൽ എവിടെയും ഇതൊരു ഉപദേശമായിട്ട് കാണപ്പെടുന്നില്ല. ഇത്രയുമാണ് ഈ കവിതയ്ക്കകത്ത് നമ്മൾ പഠിച്ചത്. അപ്പൊ എന്തൊക്കെയാണ് ഈ കവിതയ്ക്കകത്ത് നമ്മൾ പഠിച്ചത്?
ശരിക്കും കവിതയില് നമ്മളിവിടെ ആദ്യം ഒരു കുഞ്ഞു കവിതയാണ് വായിക്കുന്നത്. ഹതാശാസി ഏക് വ്യക്തി ബാഠ് ഗയാ ഥാ എന്ന കവിതയായിരുന്നു. അത് ആരുടെ ആയിരുന്നു? വിനോദ് കുമാർ ശുക്ലജിയുടെ കവിത. ആ കവിതയെ ആരാണ് ടിപ്പണിയാക്കി എഴുതിയിട്ടുള്ളത്? നരേഷ് സക്സേനാജി അല്ലെ. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ആ കവിതയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു, പക്ഷെ ആ വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു എന്ന്. എന്നാലും ഞാൻ എന്ത് ചെയ്തു? ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് നിങ്ങളെ സഹായത്തിന് വേണ്ടി അയാൾക്ക് സഹായം നൽകുന്ന രീതിയിൽ കൈയൊന്ന് നീട്ടിക്കാണിച്ചു. ഉടനെ അയാൾ എന്റെ സഹായത്തെ സ്വീകരിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ ആരെന്ന് അയാൾക്കും അറിയില്ല, ഇയാൾ ആരെന്ന് എനിക്കും അറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ എന്ത് ചെയ്തു? അയാളെ സഹായിക്കാൻ തീരുമാനിച്ചു. അയാൾക്കാണെങ്കിൽ എന്നെ അറിയില്ലായിരുന്നെങ്കിലും എന്റെ സഹായം സ്വീകരിക്കാൻ അറിയാമായിരുന്നു അല്ലെ. അത് അദ്ദേഹം പറഞ്ഞ്, ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു, പക്ഷെ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. ഇതിലൂടെയൊക്കെ നമ്മൾ എന്താണ് വ്യക്തമാക്കുന്നത്? ശരിക്കും ഒരു മനുഷ്യനെ അറിയുക എന്ന് പറയുമ്പോ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് എന്താണ്? ഇന്ന ആളെ അറിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് എന്താണ്, അയാളുടെ പേര് അല്ലെ, അയാൾ എവിടത്തുകാരനാണ്, അല്ലെങ്കിൽ അയാളുടെ ജോലി എന്താണ്, അയാളുടെ ജാതി എന്താണ്, മതം എന്താണ്, ഈ എല്ലാ കാര്യങ്ങളിലും പകുതിയെങ്കിലും നമുക്ക് അറിഞ്ഞെങ്കിലേ നമ്മൾ പറയില്ല അത് ഇന്ന ആളല്ലേ എനിക്കറിയാമെന്ന്. അല്ലെങ്കിൽ നമ്മൾ അയാളെ അറിഞ്ഞു എന്ന് പറയുകയില്ല. ഇല്ല, എനിക്ക് അയാളെ അറിയില്ല എന്ന് തീർത്തും പറയും. എന്നാൽ ഇവിടെ കവി പറയുന്നത്, ഒരു സഹായത്തിന് വേണ്ടി വിലപിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആയി കിടക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ പോയി തൊട്ട് നിങ്ങൾ എവിടത്തുകാരനാ എന്ന് ചോദിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ പോലും പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കില്ല അയാൾ അല്ലെ. അപ്പൊ നമ്മൾ അയാളെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അയാളുടെ പേരുകൊണ്ടോ, അയാളുടെ ജാതി കൊണ്ടോ, അയാളുടെ പ്രൊഫഷൻ കൊണ്ടോ ഒന്നുമല്ല. എങ്ങനെയാണ് നമ്മൾ അയാളെ മനസ്സിലാക്കേണ്ടത്? അയാൾ ഇപ്പോൾ എങ്ങനെയുള്ള ആളാണ്? നിസ്സഹായനാണ്. അയാൾ ഇപ്പോൾ എങ്ങനെയുള്ള വ്യക്തിയാണ്? നിസ്സഹായനാണ്. ആ നിസ്സഹായനായ വ്യക്തിയെ നമ്മൾ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് അയാളെ അറിയാം എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയാം അല്ലെ. അപ്പൊ നമ്മുടെ ഇവിടെ കവി പറയുന്നത്, നമ്മൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കേണ്ട. അയാൾ സഹായം ആവശ്യമുള്ളവനാണോ, അയാൾ നിസ്സഹായനാണോ, നമ്മുടെ സഹായം അയാൾക്ക് ആവശ്യമുണ്ടോ, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്മൾക്ക് അപരിചിതനല്ല, സുപരിചിതനാണ് എന്ന് വ്യക്തമായും പറയാമെന്നാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നത്, ഈ കവിതയുടെ ശില്പപക്ഷത്തെ പറ്റി വളരെ സൂക്ഷ്മമായ രീതിയിലാണ് അദ്ദേഹം ഇതിന്റെ ശില്പപക്ഷത്തെ നിർവഹിച്ചിരിക്കുന്നതെന്നും കൂടി പറഞ്ഞു. മാത്രമല്ല, ഈ കവിത എങ്ങനെ എഴുതിയിരിക്കുന്നെന്നാ പറഞ്ഞത്? ഒരു ഗദ്യത്തിന്റെ രൂപത്തിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഗദ്യം വായിക്കുന്ന പോലെ, പദ്യം പോലെയല്ല ഇത് തോന്നുന്നത്, ഗദ്യം പോലെയാണ്. വളരെ വ്യക്തമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലാണ്. മാത്രമല്ല, ഏതെങ്കിലും നാടോടി പാട്ടുകളുടെ താളലയം പോലെ ആവർത്തിച്ചു വരുന്ന നെഹീം ജാന്ന, ജാന്ന എന്നീ പദങ്ങൾ ആവർത്തിച്ചു വരുന്നു. അതൊന്നുകിൽ ഒരു നാടൻ പാട്ട് പോലെയാവാം, അല്ലെങ്കിൽ ഏതുപോലെയാവാം. ഉറുദു ഗസലുകൾ ഉണ്ടല്ലേ, ഈ ഗസലുകളെ പോലെ ആവാനും സാധ്യത. ഗസലുകൾക്കൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അവസാന വരിയിലെ ഏറ്റവും അവസാനത്തെ വാക്കുകൾ ആവർത്തിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പൊ അത് നമ്മൾ അറിയാതെ കേൾവിക്കാരൻ എന്ത് ചെയ്യുകയാണ്? ഈ പാട്ടിന്റെ പകുതി എത്തുമ്പോഴേക്ക് ആ ലാസ്റ്റ് വരുന്ന പദത്തെ വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകള്, പാടുന്ന ആളുടെ വായിൽ നിന്ന് വീഴുന്നതിന് മുന്നേ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് പാടിക്കൊണ്ടിരിക്കും. അത്ര മനോഹരമായിട്ടുള്ളതായിരിക്കും ഗസലുകളും നാടൻ പാട്ടുകളും എല്ലാം. അതേ ശൈലിയിലാണ് ഇവിടെ വിനോദ് കുമാർ ശുക്ലജി വിനോദ് കുമാർ ശുക്ലജിയുടെ കവിത അതിന്റെ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ ടിപ്പണിയെ വളരെ വ്യക്തമായിട്ട് നരേഷ് സക്സേനാജി എഴുതിയിരിക്കുന്നു. അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പഴയ രൂഢീഗ്രസ്ത വിചാർ എന്താണെന്നൊക്കെ ചോദിക്കാം. അന്ധമായ രീതിയിൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നതിനുള്ള രീതി ഏതാണെന്ന് ചോദിച്ചാല്, ഏക് വ്യക്തി കെ നാമ, പത്തെ, ഓഹത്തെ, ഉമ്ര, ആദിസെ ജാന്ന എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കതിനെ പറയാം അല്ലെ. ഒരു വ്യക്തിയുടെ ജാതി കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ പിന്നെ ഉമ്ര വയസ്സുകൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ പദവി കൊണ്ട്, ഇതിനൊക്കെ അയാളെ തിരിച്ചറിയുന്നതിനെയാണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത്?
അയാളെ അറിയാം എന്ന് പറയുന്ന ആ അന്ധമായ വിശ്വാസം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ. ഹതാശാസേക്ക് വ്യക്തി ബഡ്ഗയാഥ എന്ന ചാപ്റ്ററിനകത്ത് മിസ് കുറച്ച് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വേണമെങ്കിൽ ജീവന്റെ നമ്മള് ഓരോ അവയവദാനം നടത്തുന്നതിന്റെയൊക്കെ മൂല്യമാര് പോസ്റ്റർ വേണമെങ്കിൽ അതിനകത്തുനിന്ന് ഉണ്ടാക്കാം. അതുപോലെ ടിപ്പണിയുടെ അടിസ്ഥാനത്തില് ജാനന എന്നതിന്റെ രൂഢീഗ്രസ്തമായ വേർഡ്സ് ഏതൊക്കെയാന്ന് ചോദിക്കും. ഏതൊക്കെയാണത്? രൂഢീഗ്രസ് എന്ന് പറയുമ്പോ ഏതൊക്കെ കൊടുക്കാം? നാമ, പത, ഉമ്ര, ഓഹദെ അല്ലെ. അതേസമയം അസലി ജാനയുടെ യഥാർത്ഥ അറിയുക എന്നുള്ളതിന്റെ യഥാർത്ഥ അടിസ്ഥാനം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയാം: ഹതാശ, നിരാശ, അസഹായത, സങ്കടം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു ബോക്സ് ആക്കി വരച്ചിട്ടുണ്ട്. ജാനന എന്നുള്ളതിന് നാമ, പത, ഉമ്ര, ഓഹദ. അതേസമയം ജാന്നേക്ക് അത് രൂഢീഗ്രസ്തമായ വിശ്വാസം. എന്നാൽ ജാന്നേക്ക് അസലി ആധാറില് ഹതാശ, നിരാശ, അസഹായത, സങ്കടം ഇത്രയും നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിനോടനുബന്ധിച്ച് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഹതാശാസേക്ക് വ്യക്തി ബഡ്ഗയാഥ എന്നല്ലേ, എന്താണ് കവി അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയാൻ നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ വന്നാല് ഹമേം ഏക് ഹതാശ് വ്യക്തി കോ നഹീം ജാനനെ പർ ഭി ഉസ്കെ ഹതാശ കോ ജാനന ചാഹിയെ എന്ന് പറയാം. നിരാശനായ ഒരു വ്യക്തിയെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും അയാളുടെ നിരാശയെ നമ്മൾ അറിയേണ്ടതാണ്. അങ്ങനെയൊക്കെയാണ് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്വസ്റ്റ്യൻസ് മിസ് അതിനകത്ത് ഇനി വീണ്ടും ഒന്നിച്ചുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് സെൻഡ് ചെയ്ത് തരണ്ടേ. പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററോടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ക്വാർട്ടർലി എക്സാമിന് മുന്നേ നമുക്ക് 4 ചാപ്റ്ററാണ് ഉണ്ടാവുക. അതിലിനി അടുത്ത ചാപ്റ്റർ വരുന്നത് ടൂട്ടാപഹിയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടൂട്ടാപഹിയ എന്നുള്ള ചാപ്റ്റർ കൂടി എടുക്കാം. ഇതിനോടനുബന്ധിച്ചുള്ള നോട്ട്സ് വായിച്ച് എല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, ധന്യവാദം.